ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ, 19 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവനെ മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിനെ ദൈവം അരുളിച്ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. അബ്രഹാമിൻ്റെ അടുത്തല്ല, അബ്രാമിനടുത്ത്. ആരടുത്ത വന്നേ? അബ്രാമിനടുത്ത് സർവശക്തനായ ദൈവം 17-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 12-ാം അധ്യായത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം എത്രാമത്തെ അധ്യായത്തിലാണ് കൊടുക്കുന്നത്? 12-ാമത്തെ അധ്യായത്തിൽ. എത്രാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം കൊടുക്കുന്നത്? 75-ാമത്തെ വയസ്സിലാണ് വാഗ്ദത്തം കൊടുക്കുന്നത്. വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം കർത്താവിനെ നോക്കി ഇറങ്ങിത്തിരിച്ചു. 15-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം വീണ്ടും അവനോട് ഇടപെടുകയാണ്. 15-ാമത് അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അവകാശി ദമ്മേശേക്കുകാരനായി എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ അബ്രഹാമൻ ചിന്തിച്ചു, എൻ്റെ അവകാശി ആരാകും? ദമ്മേശേക്കുകാരനായ എലിയാസറാകും. അപ്പൊ എലിയാസറാകുമെന്ന് ചിന്തിച്ച് താൻ ഭാരപ്പെട്ട സാഹചര്യം മാറി. 16-ാം അധ്യായത്തിൽ വന്നപ്പോൾ അബ്രഹാമിനൊരു മകനെ കിട്ടി. അത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള മകൻ അല്ലായിരുന്നു. ശ്രദ്ധിക്കണേ, പ്രൈസ് ദി ലോർഡ്. പലതും നമ്മൾ കിട്ടി എന്ന് പറയുന്നെങ്കിലും ദൈവഹിതമുള്ളതാണോ കിട്ടിയത് എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ആമേൻ. കിട്ടിയതോർത്ത് സന്തോഷിച്ചിരിക്കുമ്പോൾ ദൈവസന്നിധി മുട്ടുമടക്കി ചോദിക്കണം, കർത്താവേ, എനിക്ക് കിട്ടിയത് നിന്റെ ഹിതമുള്ളതാണോ? നീ പറഞ്ഞതാണോ? നേരത്തെ പ്രസംഗിച്ചതും പറഞ്ഞതുപോലെ ഏതോ ഒരു മല കിട്ടിയിട്ട് കാര്യമില്ല, ഹെബ്രോൻ മല തന്നെ കിട്ടണം. എൻ്റെ കൂടെ ഉള്ള ഒരു സ്തോത്രം പറഞ്ഞോണം. ഏതോ ഒരു മല കിട്ടി എന്ന് പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നോട് പറഞ്ഞത് തരാനാ. സ്തോത്രം. അത് ഏറ്റെടുക്കാൻ നമുക്ക് കൃപ വേണം. അത് ഏറ്റെടുക്കാൻ നമുക്കൊരു അഭിഷേകം വേണം. അത് ഏറ്റെടുക്കാൻ ഒരു വിശ്വാസം വേണം. ഹല്ലേലൂയ. അങ്ങനെ കിട്ടിയതിൽ ആശ്വസിച്ചിരിക്കുന്ന അബ്രഹാമിൻ്റെ അടുത്ത്, അബ്രഹാമല്ല, അബ്രാമിന് അടുത്ത്. ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് തെറ്റുന്നോണ്ടല്ല, നിങ്ങൾക്ക് ഈ അബ്രാമിനെ അറിഞ്ഞൂടല്ലോ, അബ്രഹാമിനെ അല്ലേ അറിയുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അബ്രാമിൻ്റെ അടുത്ത് ദൈവം ഇറങ്ങി വരിക. അവൻ എന്തോ കിട്ടിയതിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്രാമിൻ്റെ അടുത്ത് ദൈവം ഇറങ്ങി വന്നു. പ്രായം എത്ര? 75 അല്ല, 90 അല്ല, 99 വയസ്സ്. സ്തോത്രം. ഹല്ലേലൂയ. വയസ്സ് ചെന്ന് വൃദ്ധനായ
ഈ അബ്രാമിനടുത്ത് 99 വർഷം അബ്രാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു. 99-ാമത്തെ വയസ്സിൽ കർത്താവ് പേരുമാറ്റി. മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 90 വയസ്സ് വരെ അപ്പനിട്ട പേരും കൊണ്ട് അമ്മയിട്ട പേരും കൊണ്ട് നടന്നു. 99-ാമത്തെ വയസ്സിൽ ദൈവം പറഞ്ഞു, മോനെ നിന്റെ പേര് ഞാൻ മാറ്റുക. ഇന്ന് മുതൽ നീ അബ്രാം അല്ല, ഇന്ന് മുതൽ നീ അബ്രഹാമാണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവം പേരുമാറ്റുന്ന ദൈവമാണ്. എൻ്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ആമേൻ നിന്റെ അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 99-ാമത്തെ വയസ്സിൽ ദൈവം ഇറങ്ങി എന്ന് പറയുകയാണ്, അബ്രാമേ നിന്റെ പേര് ഇനി അബ്രാം എന്നല്ല, ആമേൻ നിന്റെ പേര് എന്തായി തീരും? അബ്രഹാം, ബഹുജാതികളുടെ പിതാവെന്ന് നിന്റെ പേരാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബഹുജാതികളുടെ പിതാവ് എന്ന് നിനക്ക് പേരാകും. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് 14-ാം അധ്യായം വരെ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, അതിനകത്ത് കുറച്ച് ദൂതുണ്ടായിരുന്നു. അതിന് കിടക്കുകയല്ലേ, കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്ന, പിന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 15-ാം അധ്യായം വരെ 15-ാമത്തെ വാക്യം മുതൽ ദൈവം ദൂത് അടുത്ത ആളിലേക്ക് മാറ്റി. ദൈവം പിന്നെ അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ, ഹലോ സാറായി എന്നല്ല, അപ്പൊ അബ്രഹാമിന്റെ പേര് മാത്രമല്ല മാറ്റിയത്, വിടുതൽ കിട്ടേണ്ട 2 പേർ കൂടാ. ആമേൻ. സ്തോത്രം. അബ്രഹാമിന്റെ പേര് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല, സാറായിയുടെ പേരും മാറ്റണം. സ്തോത്രം. ഒരാളിൽ മാത്രം മാറ്റം ഉണ്ടായാൽ പോരാ. കുടുംബത്തിൽ വിടുതൽ നടക്കണമെങ്കിൽ 2 മാറ്റം ഉണ്ടാകണം. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും കൂടെ മുട്ടുമടക്കുമ്പോഴാ ദൈവക്ഷത്തിന് ശക്തി വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൂത് ഒരാൾ മാത്രം ഏറ്റെടുത്താൽ പോരാ, ദൂത് 2 പേരും ഏറ്റെടുക്കണം. മാറ്റം ഒരാൾക്ക് സംഭവിച്ചാൽ പോരാ, 2 പേർക്കും മാറ്റം ഉണ്ടാകണം. 2 പേർക്കും മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടേണ്ട മണ്ഡലങ്ങളിൽ, രൂപാന്തരം വരേണ്ട മണ്ഡലങ്ങളിൽ, തിരുത്തലുകൾ വരേണ്ട മണ്ഡലങ്ങളിൽ ഒരുമിച്ചൊരു തിരുത്തൽ സംഭവിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന്. പല വിടുതലും നടക്കാത്തതിന്റെ കാരണം ഒരുമിച്ച് മുട്ടുമടക്കാത്തോണ്ടാ, ഒരുമിച്ച് ദൂത് ഏറ്റെടുക്കാത്തോണ്ടാ. സ്തോത്രം. ഒരുമിച്ച് രൂപാന്തരം ഉണ്ടാകാത്തത് കൊണ്ടാ. 2 പേരും കൂടെ ഒരുമിച്ച് മുട്ടുമടക്കണം, അവിടെ അത്ഭുതം നടക്കുമെന്ന്. ദൈവം പേരുമാറ്റി. സാറായി എന്നുള്ളത് മാറ്റി സാറാ എന്നാക്കി. അബ്രാം എന്നുള്ളത് മാറ്റി അബ്രഹാം എന്നുള്ളതാക്കി. ഒരാളുടെ പേര് നീട്ടി, ഒരാളുടെ പേര് കുറുക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ. ആമേൻ. നീളേണ്ടത് നീളുകയും കുറുകേണ്ടത് കുറുകയും ചെയ്യണം. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അല്ലേ? ചിലതിനെ മുറിച്ച് കളയണം, ചിലതിനെ ഏച്ചു വെക്കണം. ആമേൻ. അവിടെ അത്ഭുതം നടക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ദൂത് പറയാതിന്ന്, നിന്റെ പേര് മാറ്റിയത് ദൈവമാണെങ്കിൽ മാറ്റിയതുപോലെ നിന്നെ അനുഗ്രഹിക്കാൻ. ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർ ആരാധിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. നിന്റെ പേര് അബ്രഹാം ബഹുജാതികളുടെ പിതാവെന്ന് ദൈവം മാറ്റിയെങ്കിൽ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. നിന്നെ അനേക മക്കളുടെ മാതാവാക്കി എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ അനേക മക്കളുടെ മാതാവ്
മാതാവാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. രാജകുമാരി എന്ന് നിന്റെ പേര് മാറ്റിയെങ്കിൽ നിന്റെ രാജകുമാരിയാക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നടന്നേ പറ്റുള്ളൂ. വേഗത്തിൽ പോവാ കേട്ടോ, അവിടെ നിന്ന് സംസാരിക്കണമെന്നുണ്ട്. അത് 16-ാമത്തെ വാക്യം മുതൽ, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് ഒരു മകനെ തരും. ഒരാൾ വീട്ടിലുണ്ടിപ്പം, പേര് ഇസ്മായേൽ എന്നാ. ഇത് ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവളിൽ നിന്നൊരു മകനെ തരും. അവള് തന്നവളിൽ നിന്നൊരു മകനെ കിട്ടി, അല്ല ഞാൻ തന്നവളിൽ നിന്നൊരു മകനെ കിട്ടും. ദൂത് മനസ്സിലാവുന്നുണ്ടോ? അവള് തന്നവളിൽ നിന്നുള്ളതല്ല നിന്റെ സന്തതി, ഞാൻ തന്നവളിൽ നിന്നൊരു അനുഗ്രഹം ഏറ്റെടുക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഏതെങ്കിലും ഉറവയല്ല ദൈവം തുറക്കാൻ പോകുന്നത്. നിനക്ക് വേണ്ടി തന്ന ചില ഉറവകളുണ്ട്. അതിനകത്തൊന്ന് ചില നന്മകൾ നീ അനുഭവിക്കത്തക്ക രീതിയിൽ ചില വിടുതലുകൾ അയക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു. അനുഭവിക്കാൻ തയ്യാറാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ദൈവം നിനക്ക് വേണ്ടി തന്ന ചില ദൈവികമായ ഉറവകളുണ്ട്. അതിനകത്തെ നന്മകൾ നീ അനുഭവിക്കത്തക്ക രീതിയിൽ സ്വർഗം നിന്റെ കൂടെ ഇരുന്ന് നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ അവൻ ശക്തനാണ്. ദൂത് പറഞ്ഞു, അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. വാഗ്ദത്തമാണ്. ഇതുവരെ കൊടുക്കാത്ത വാഗ്ദത്തം അദ്ദേഹം കൊടുക്കുക. അത് കഴിഞ്ഞ് അബ്രഹാം അപ്പോൾ കവിണ്ണു വീണ് ചിരിച്ചു. എന്നിട്ട് അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, 100 വയസ്സുള്ളവന് ഒരു മകൻ ജനിക്കുവോ? 90 വയസ്സുള്ള സാറ ദൈവം പേര് മാറ്റിയപ്പോൾ ആ പേര് അബ്രഹാം അക്സെപ്റ്റ് ചെയ്തു. 90 വയസ്സുള്ള സാറായി പ്രസവിക്കുമോന്നാണോ ചോദിച്ചേ? ഹലോ, അത് തന്നെ ഒരു വിടുതലാ. ദൈവം ചേഞ്ച് ചെയ്തതിനെ നീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ വിടുതൽ നടക്കും. ദൈവത്തിന്റെ ചേഞ്ചസ്, ദൈവം നിനക്ക് വരുന്ന മാറ്റങ്ങൾ, ദൈവം നിന്നോടുള്ള ദൂത് നീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിയും. തുടങ്ങിക്കഴിയുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഇന്ന് പകൽക്കാലം എന്തെല്ലാം പ്രതിസന്ധിയാണെങ്കിലും ദൂത് ഏറ്റെടുക്കാൻ കഴിയുമോ? 100 വയസ്സുണ്ടെന്നുള്ളത് ഓക്കെയാ, ശരിയാ, വയസ്സായത് ശരിയാ. സാറായി ദൈവം മാറ്റിയ സാറായെ പേര് മാറ്റിയതിനെയും ദൂതിനെയും ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ വാക്കിൽ, നീ ദൈവവുമായിട്ടുള്ള സംസാരത്തിൽ പോലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. അബ്രഹാം ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവത്തോട് പറയുകയാണ്, എന്താ പറഞ്ഞേ? 90 വയസ്സുള്ള സാറായി പ്രസവിക്കുമെന്നല്ല, 90 വയസ്സ് കഴിഞ്ഞ ഇത്രയും നാളും പിടിച്ച പേര് അറിയാതെ പോലും പിന്നെ അവൻ്റെ വായി വന്നില്ല. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ?
ഇത്രയും നാളും വിളിച്ച പേര് ദൈവം മാറ്റിയപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ദൈവം നിനക്ക് വരുത്തുന്ന മാറ്റങ്ങളെ നീ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. നീ അതങ്ങ് ഏറ്റെടുക്കണം. ദൈവമാണ് വരുത്തിയത്. ദൈവം വരുത്തുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാ. ദൈവം തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാ. ദൈവം തന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാ. ആമേൻ. അത് നന്മയാണെങ്കിലും എൻ്റെ ദൈവം തിന്മ ചെയ്യത്തില്ല. എങ്കിലും തിന്മയെന്ന് തോന്നുന്നതാണെങ്കിലും അത് നീ അങ്ങ് ഏറ്റെടുത്താൽ മതി. എൻ്റെ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാ. എൻ്റെ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. എവറിത്തിങ് വർക്ക്സ് ടുഗദർ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. വിശ്വസിക്ക്. ആമേൻ. വൈകിയത് നല്ലതാ. കഷ്ടത വന്നത് നല്ലതാ. പ്രതികൂലം വന്നത് നല്ലതാ. ഒരു മാറ്റം ഉണ്ടായില്ലേ? നിന്റെ പേര് ദൈവം മാറ്റിയില്ലേ? ഇതിനകത്ത് വലിയൊരു ദൂതുണ്ട്. അത് കയറിയാൽ തീരത്തില്ല. കാരണം ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം, പിന്നെ പറയാം, ബാക്കി ഉൾപ്പെടെ പറഞ്ഞ് പ്രസംഗിക്കണമെന്നുണ്ട്. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഉണ്ടല്ലോ, ആ വാഗ്ദത്തം രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുമെന്നുള്ള ദൂത്, അതങ്ങോട്ട് സാറായി ഏറ്റെടുക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവം, പിന്നെ നമ്മൾ വേറൊരു ദിവസം പ്രസംഗിക്കാം. എന്നാൽ കെതൂറയിൽ സാറായിക്ക് ശേഷം അബ്രഹാം വിവാഹം കഴിച്ച കെതൂറയിലൂടെ 2 രാജാക്കന്മാർ ഉത്ഭവിച്ച ചരിത്രം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആമേൻ. സാറ ആ വിഷയം ഏറ്റെടുക്കാതെ മരിച്ചുപോയി. എന്നാൽ അബ്രഹാം ആ വിഷയം ഏറ്റെടുത്തു. ആ ദൈവം വിശ്വസ്തത കാണിച്ചു. ദൈവം നിന്നോട് പറഞ്ഞ ദൂത് അത് നീ ഏറ്റെടുത്താൽ നടക്കും. നടന്നില്ലെങ്കിലും സാറ ഏറ്റെടുത്തില്ല, അബ്രഹാം ഏറ്റെടുത്തു. സാറ രാജാക്കന്മാർക്ക് ജന്മം കൊടുത്തില്ല. എന്നാൽ അബ്രഹാമിന്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ പുറത്തു വന്നു. അത് വേറൊരു ദിവസം പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അത് 100% ഏറ്റെടുക്കണം. അതിനായി സ്തോത്രം പറയണം. അതിനായി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് നിന്റെ ശരീരത്തിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഒരു ചെറിയ ദൂതൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ആമേൻ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. അടുത്തത് 18 വായിച്ചേ. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഇസ്മായേൽ തന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഇനി നീ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ആരോട് പറയുക? ദൈവത്തോട്. ഇനി നീ അത്രയും ബുദ്ധിമുട്ടൊന്നും. ആരോടാ? സർവശക്തനായ ദൈവത്തോട് പറയുക. അബ്രഹാം ആരുടെ സ്നേഹിതനായിരുന്നു? അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ആ സ്നേഹിതൻ എന്നുള്ള ബന്ധത്തിൽ ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടോ? ആ ദൈവമാണോ? നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നോക്കുക, ഇവിടെ അബ്രഹാം സംസാരിക്കുക, കർത്താവേ അതൊന്നും വേണ്ട കർത്താവേ. ഇനി അതിനുള്ള ആരോഗ്യമൊന്നും എനിക്ക് ഇല്ല. ഈ 90ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ ചോദിച്ചാൽ എനിക്ക് കാണാൻ പോലുള്ള ശക്തി ഇല്ല. വേണ്ട കർത്താവേ, ഇവൻ എൻ്റെ കൂടെ അങ്ങ് ജീവിച്ച. അങ്ങനല്ലേ പറഞ്ഞേ? ആണോ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇവൻ എൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാ മതി കർത്താവേ, ഇത് മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദൂത കേട്ടോ. ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന നന്മകൾ വേണ്ടാന്ന് പറഞ്ഞ് നീ നിനക്ക് തന്നെ അതിർവരം വിടല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തന്നെ നമുക്കിടുന്ന ചില അതിർവരമ്പുകളുണ്ട്.
ഉണ്ടോ ഇല്ലയോ? എനിക്കിത് മതി, എനിക്കിങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്ക് ഇത്രയൊക്കെ പ്രയോജനപ്പെട്ടാൽ മതി, ഇനി കുറച്ച് നാളൊക്കെ അല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ പോയാൽ ആണോ? ഹല്ലേലൂയ. അല്ല, ദൈവത്തിന് നിന്നെ ഇനിയും വേണം. ചില വാഗ്ദത്തങ്ങൾ നിന്നിലൂടെ പുറത്തു വന്നേ പറ്റൂ. അതിന് നീ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതിന് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഓരോ എഫോർട്ടും വേണ്ട. എൻ്റെ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ഓരോ എഫോർട്ടും വേണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. വയസ്സനായ സക്കറിയാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ. പുള്ളി അവിശ്വാസം പറഞ്ഞ് വിഷമിച്ച് കർത്താവ് നാക്കും വായും ചെവി എല്ലാം അടച്ചു കളഞ്ഞു. നാവ് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി അമ്മാമ്മയോട് അവിശ്വാസം പറയാതിരിക്കാനാ. സ്തോത്രം. അവിടെ ചെന്ന് അവിശ്വാസം പറഞ്ഞു കഴിയുമ്പം ഉള്ളതുകൂടെ കാറ്റ് പോയതുപോലെ ആയിപ്പോവും. സ്തോത്രം. അതിനെ അങ്ങ് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം പറഞ്ഞ ദൂതങ്ങ് ഏറ്റെടുക്കുക. അതിനെതിരെ ഇന്നൊരു പർവ്വതം പോലെ പ്രശ്നം കാണും. അത് നടക്കാതിരിക്കാനുള്ള പ്രതിസന്ധി ഉണ്ടെന്നേ. അത് നടക്കാതിരിക്കാൻ ചില അന്ധകാര ശക്തികൾ വാളും വലിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ സകല തടസ്സങ്ങളെയും തുടച്ചു മാറ്റി, സകല പ്രതികൂലങ്ങളെയും മാറ്റി ദൈവം നിനക്ക് തന്ന ദൂതിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്ന് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം ശക്തനാണെന്നങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. നീ എതിർത്തൊന്നും പറയണ്ട, നീ അതിർവരം വിടണ്ട, നീ പരിമിതി കൽപ്പിക്കണ്ട. എന്റെ ദൈവം അൺലിമിറ്റഡ് ആണ്. അവൻ നിന്നോട് പറഞ്ഞ ദൂത് നിന്നൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നു. സ്വോത്രം പറയാമോ? നമ്മൾ ഇടുന്ന അതിർവരമ്പുകളുണ്ട് നമുക്ക്. എനിക്ക് ഇത്രയും കഴിവേ ഉള്ളൂ, എനിക്ക് ഇത്രയും പ്രാപ്തിയേ ഉള്ളൂ, എനിക്കിത് പറയാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഓടാൻ പറ്റില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പ്രശ്നമാണ്, നിന്ന പ്രശ്നം, നടന്ന പ്രശ്നം പറയുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. എല്ലാ പ്രശ്നങ്ങളും നമ്മളെ തന്നെ ഒതുക്കുന്ന പ്രശ്നങ്ങളാണ്. ആണോ അല്ലയോ? സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ പോലും നമ്മളായിട്ട് വേണ്ട. ഞാൻ ചെയ്ത ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇനി ഒരിക്കലും കൊച്ചി ഇവിടെ പ്രസവിച്ച ആകാരം വേണമെങ്കിൽ ഇസ്മായിലും വേണമെങ്കിൽ മണി കിട്ടിയാലോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലതിനെയും നോക്കി പലതും വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തലങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ കരങ്ങളെ ആയുധമാക്കി ഉപകരണമാക്കി നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മളിടുന്ന ചില ബൗണ്ടറികളുണ്ട് നമുക്കെതിരെ. ആരിടുന്ന ബൗണ്ടറിയാ? നമ്മളിടുന്ന. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളിടുന്ന. അങ്ങനെ ആരെങ്കിലും ബൗണ്ടറി ഇട്ട് അകത്ത് കയറി നിൽപ്പുണ്ടോ ഇതിനകത്ത്? ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോകാവൂ. ആ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യണം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ അതിർവരമ്പുകളെ പൊട്ടിച്ച് നീ ഇട്ട അതിർവരമ്പ്, വേറെ ആരിട്ട അതിർവരമ്പിനെക്കാട്ടി വലുതാ നീ ഇട്ട അതിർവരമ്പ്. ആമേൻ. ഹല്ലേലൂയ. നീ ഇട്ട ബൗണ്ടറിയാണ് ഏറ്റവും വലിയ തടസ്സം. നീ ഇട്ട ബൗണ്ടറിയെ നീ പൊട്ടിക്കണം. യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിപ്പോകാൻ പറയണം. ആമേൻ. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മതിലിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ നൃത്തം ചെയ്ത് ആരാധിക്കുമെന്നല്ല, മതിലിന്റെ അകത്ത് നിന്ന് സ്വോത്രം പറയുമെന്നല്ല, മതിൽ ചാടിക്കടന്ന് സ്വോത്രം പറയും. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ ആമേൻ, നീ ഇട്ട സകല ബൗണ്ടറികളെയും നീ ചാടിക്കടക്കണം. നീ ജയിക്കണം. നീ പുറത്തു വരണം. നീ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. നിന്റെ വായിലെ വാക്കുകൊണ്ട് ചിലരെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ആമേൻ. നമ്മൾ ഇടുന്ന അതിർവരമ്പുകൾ. 3, രണ്ടാമത്തെ, മറ്റുള്ളവർ നമുക്ക് ചുറ്റും ഇടുന്ന അതിർവരമ്പുകൾ. ഹല്ലേലൂയ.
ആമേൻ. മറ്റുള്ളവർ ഇടുന്ന ആരാ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറയുന്നത്? ആമേൻ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വേഗത്തിൽ വായിച്ചവസാനിപ്പിച്ച് 9-10. യബ്ബേസിന് ചുറ്റുവിട്ട അതിർവരം ആരായിട്ടെ? യബ്ബേസ് ഇട്ടല്ല, അവന്റെ അമ്മ ഇട്ട, അവന്റെ സഹോദരങ്ങൾ ഇട്ട. യബ്ബേസിനെ കുറിച്ച് എഴുതുമ്പോൾ അവന്റെ സഹോദരന്മാരെക്കാൾ ആരായിരുന്നു? ഏറ്റവും മാന്യനായിരുന്നു. ഏറ്റവും മാന്യൻ. അവന്റെ സഹോദരന്മാരെക്കാളൊക്കെ മാന്യനായി ഇവനെതിരെ അവന്റെ സഹോദരന്മാരും അവന്റെ അമ്മയും ഇട്ടൊരു അതിരും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അല്ലല്ല, കുടുംബമിട്ട അതിരുകൾ, മറ്റുള്ളവരിട്ട അതിരുകൾ. ആ അതിരിനകത്ത് എൻ്റെ അമ്മയ്ക്കും എന്നെ വേണ്ട, എൻ്റെ അപ്പനും എന്നെ വേണ്ട, എൻ്റെ സഹോദരനും എന്നെ വേണ്ട, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാന്നല്ല യബ്ബേസ് പറഞ്ഞേ. യബ്ബേസ് ദൈവത്തിന് തീരുമാനം എടുത്തു, ഈ അതിർവരമ്പുകൾക്കപ്പുറത്ത് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പരിമിതികൾക്കപ്പുറത്ത് എൻ്റെ രോഗം, എൻ്റെ പ്രതിസന്ധി, എൻ്റെ വെല്ലുവിളി, എൻ്റെ അന്ധകാരങ്ങൾ, എനിക്ക് മുമ്പിൽ ഇരുട്ടാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം എൻ്റെ അകത്തുണ്ട്. ദൈവമേ, നീ എൻ്റെ അതിരുകളെ വിശാലമാക്കണം. എബ്ബേസ് 1 2 3 4 5 6 കുറെ പ്രാർത്ഥന അങ്ങോട്ട്. കർത്താവ് ആ പ്രാർത്ഥനയ്ക്കല്ല നമ്പർ 1 2 3 4 ഉത്തരം കൊടുത്തു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ലോകത്തിൽ ആരെല്ലാം നിനക്കെതിരെ അതിർവരം വിട്ടാലും നിന്റെ ഒറ്റ പ്രാർത്ഥന മതി അതിരുകൾ തകർന്നു മാറാൻ. ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റണം. അടുത്ത ദൂതിൽ പോണമെന്നുണ്ട്. പോയാൽ എനിക്കൊരു ഭയം തീരുമോന്ന്. സ്തോത്രം. ഹല്ലേലൂയ. 3ാമത് ദൈവം ഇട്ടിരിക്കുന്ന അതിരുണ്ട്. അത് വലിയ ദൂതാ അത്. സ്തോത്രം. ആ അതിന് നിന്നെ ഇട്ടെന്നറിയാമോ? നിന്നെ ഒതുക്കാനല്ല. ദൈവം ഇട്ട് അതിന് നിന്നെ ഒതുക്കാനുള്ള അതിരല്ല. ലോകത്തിലെ മനുഷ്യരൊക്കെ നിന്നെ ഒതുക്കാനുള്ള അതിരിടും. എന്നാൽ ദൈവം ഇടുന്ന അതിര് നിന്നെ സംരക്ഷിക്കുന്ന അതിരാ. നിന്നെ സംരക്ഷിക്കുന്ന അതിർ. അവൻ നിന്നെ തൊടാൻ അന്ധകാര ശക്തിയെ അനുവദിക്കാതെ നിനക്ക് ചുറ്റും ഇട്ടിരിക്കുന്ന ഒരു അതിരുണ്ട്. അത് മനുഷ്യനിട്ട് അതിരല്ല, ദൈവം ഇട്ട അതിരാ. ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോണം. ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. എന്റെ ദൈവം നിനക്ക് ചുറ്റുവിട്ട അതിര് നിന്നെ ഒതുക്കുന്ന അതിരല്ല, നിന്നെ സംരക്ഷിക്കുന്ന അതിരാ. നീ ഇട്ട അതിരുകൾ നിന്നെ ഒതുക്കുമ്പോൾ, ലോകമിട്ട അതിരുകൾ നിന്നെ ഒതുക്കുമ്പോൾ, എൻ്റെ ദൈവം ഇട്ട അതിര് നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന അതിരാണ്. ആ അതിരാണ് ദൈവം ഇയ്യോബിന് ചുറ്റുമിട്ട അതിര്. ആമേൻ. ഒരു അന്ധകാര ശക്തി കയറാൻ പറ്റാത്ത അതിര്. ആ അതിരിനെ കുറിച്ചാണ് അവൻ നിനക്ക് തീമുതിരായിരിക്കുമെന്ന് പറഞ്ഞ അതിര്. ഹല്ലേലൂയ. വാക്യം വായിക്കണമെന്നുണ്ട്. അവൻ ഞാൻ നിനക്ക് തീമുതിരായിരിക്കും. അതിന്റെ ദൈവത്തിന്റെ അതിരാ. എന്തിനാണെന്നറിയാമോ? നിന്നെ തൊടാതിരിക്കാൻ, ഒരു അന്ധകാരവും നിന്റെ വീടിനകത്ത് കയറാതിരിക്കാൻ നിനക്ക് ചുറ്റിവിട്ടിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി നിന്നെ ഒതുക്കാനല്ല, നിനക്കെതിരെ പോരാടുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ഒതുക്കുന്ന ശക്തി. ഈ 104 സങ്കീർത്തനം അതിന്റെ 7-8 വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കാമോ? വായിച്ച അവസാനിപ്പിക്കും, ഇനി പ്രസംഗിക്കുന്നില്ല. 7-8 വാക്യങ്ങൾ വായിച്ചേ. 104 സങ്കീർത്തനം. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നോക്കിയേ, അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവൻ ബന്ധപ്പെട്ടു. അവൻ നിന്റെ ഇടിമുഴക്കത്താൽ അവൻ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി. നോക്കിയേ, നിന്നെ മൂടി ഒതുക്കി വെച്ചിരുന്ന ഈ മലകളെയൊക്കെ ഒതുക്കി വെച്ചിരുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടായിരുന്നു. ഈ മലകളെയൊക്കെ ഒതുക്കി വെച്ച ചില അന്ധകാര ശക്തികൾ, വെള്ളത്തിനകത്ത് മൂടി വെച്ച ചില ശക്തികൾ. ഇവിടെ പറയുകയാണ്,
നിന്റെ മലകൾ പൊങ്ങി. ശബ്ദം വന്നപ്പോൾ മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അതിന് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം മാറ്റി സ്വസ്ഥത കൊടുത്തു. അടുത്തത്, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് വെള്ളത്തിന് എന്തോ ചെയ്തു? കടന്നുകൂടാത്തൊരു അതിര് ഇട്ടു. പർവ്വതങ്ങളെ മുക്കി നിർത്തിയ, താഴ്വരകളെ ഒതുക്കി നിർത്തിയ ഈ വെള്ളത്തെ ദൈവം ഓരോരുത്തോട്ട് ഒതുക്കി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കെതിരെ തലപൊങ്ങി നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ഒതുക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിനക്ക് വിരോധമായി പൊങ്ങി നിൽക്കുന്ന ഉയർന്നു വരുന്ന വെള്ളങ്ങളെ ഒതുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒതുക്കാൻ പറ്റാത്തൊരു സാധനം ഈ വെള്ളമാണ്. അത് പൊങ്ങി വന്നാ പൊങ്ങിയതുപോലെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ കണ്ടതല്ലേ? എവിടെയും ആർക്കേലും അണപെട്ടാൻ പറ്റുമോ? തടകെട്ടാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ കെട്ടാൻ പറ്റുന്ന ഒറ്റ ഒരുത്തനെ ഉള്ളു കേട്ടോ. ഭൂമിയെ മുഴുവൻ മൂടി അതിനുമേൽ ആധിപത്യം പുലർത്തിയ ഈ വെള്ളത്തെ ഒരു വശത്തേക്ക് ഒതുക്കി മാറ്റിയ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം ആമേ, സ്വർഗത്തിലെ ദൈവം അതിരി വെച്ചാൽ അതിരാ. പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി ദൂത് പറയുന്നു, ഇന്ന് നീ കരയുന്ന ചില വിഷയങ്ങൾക്ക് അവൻ അതിരി വെക്കാൻ പോവാ. നീ നെടുമ്പാട് വീട് കരയുന്ന വിഷയങ്ങൾക്ക് അവൻ അതിരി വെച്ചു വന്ന് വിശ്വസിക്കാൻ. വായിച്ചവസാനിപ്പിച്ചേ, നീ അവയ്ക്ക് കടന്നുകൂടാത്തൊരു അതിര്. കടന്നുകൂടാത്തൊരു അതിര് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ബീച്ചിന്റെ അടുത്ത് താമസിക്കുന്നവരുണ്ടല്ലോ. സ്തോത്രം. ഞാൻ അനേക രാജ്യങ്ങളിൽ പോയി ബീച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾഡ് കോസ്റ്റാ. അവിടുത്തെ ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓസ്ട്രേലിയയിലെ നമ്മുടെ സൂസൻ ആൻറ്റിയൊക്കെ താമസിക്കുന്നിടത്തെ ബീച്ച് എന്തോ വൃത്തിയാണ്. ആ മണൽ കണ്ടാൽ വാരിക്കൊണ്ട് വരാൻ തോന്നും, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ആമേൻ. കർത്താവിട്ട അതിരാ. പഞ്ചസാര മണൽ കൊണ്ട് അതിരിടാവുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അതെൻ്റെ ദൈവമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഇവിടെ വലിയ മുട്ടിയൊക്കെ ഇട്ട് ഓർത്തുമാർ ഇവിടെ പണിയുന്നുണ്ട്. 4 ആഴ്ച കഴിയുമ്പോൾ മുട്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോകും. എന്നാൽ ഈ പഞ്ചസാര മണലിനെ അതിര് കടക്കാൻ ഒരു ശക്തിക്ക് ഒരു കടലിനും പറ്റിട്ടില്ല. അതിൻ്റെ ദൈവവിട്ട ബൗണ്ടറിയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക കേട്ടോ. നീ നോക്കുമ്പോൾ നിസാരമെന്ന് തോന്നുന്ന ചില അതിരുകൾ, ശത്രുവിന് നിന്റെ അടുത്ത് വരാൻ പോലും പറ്റാതെ നിനക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അകറ്റി നിർത്തുന്ന അതിരിടുന്ന പകൽക്കാലമാണെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ അന്യഭാഷയിൽ ഒരു സ്തോത്രം പറയണം, ആരാധിക്കണം. ഇന്ന് പകലൊരു വിടുതൽ നിന്റെ വിഷയത്തിൽ. ചില രോഗങ്ങൾക്ക് അവൻ അതിരിടാൻ പോവാ. ചില രോഗത്തിന് അവൻ അതിരിടുന്നു. കടഭാരത്തിന് അവൻ അതിരിടുന്നു. ഓ ഉടമന ഹച്ചരപരമ. ചില പ്രതിസന്ധികൾക്ക് അവൻ അതിരിടുന്നു. നിന്നെ മുക്കിക്കളയുമെന്ന് ഭീതിപ്പെടുത്തുന്ന ചില പൈശാചിക അന്ധകാര മണ്ഡലങ്ങൾക്ക് അവൻ അതിരിടുന്നു. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ ആ കൈപൊക്കി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടച്ചേ പ്രാർത്ഥിക്കാം.